ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവരെ കൊല്ലത്തെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയിരിക്കുകയാണ്. മനോജ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മനോജ്, കണ്ഠരര് രാജീവരെ മജിസ്ട്രേറ്റിന് മുന്നിൽ എത്തിച്ചിരിക്കുകയാണ്. മാത്രവുമല്ല, റിമാൻഡ് റിപ്പോർട്ടിലെ ചില വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. തന്ത്രി 10ാം പ്രതിയാണ് എന്നതടക്കമുള്ള വിവരങ്ങൾ വരുന്നു. നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തെല്ലാം? ഇപ്പോൾ ഈ കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജിക്ക് മുമ്പാകെയാണ് തന്ത്രിയെ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും SIT സംഘം ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം വൈദ്യപരിശോധനയ്ക്കും ശേഷമാണ് ഇപ്പോൾ തന്ത്രിയെ ഇങ്ങോട്ടേക്ക് എത്തിച്ചിരിക്കുന്നത്. ഏതായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ SIT സംഘം അറസ്റ്റ് ചെയ്യുവാനുണ്ടായ ചില കാരണങ്ങൾ അത് കൃത്യമായും ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ 10ാം പ്രതിയായി ഈ കേസിൽ തന്ത്രിയെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ആചാര ലംഘനത്തിനെതിരെ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല എന്നൊക്കെയാണ് ഈ SIT സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. അതായത് ദേവൻ്റെ അനുജ്ഞ വാങ്ങിയില്ല എന്നൊക്കെയാണ്. എന്തായാലും ഈ ദേവസ്വം ബോർഡ് പോറ്റിക്ക് പാളികൾ കൈമാറിയപ്പോൾ തന്ത്രി തടഞ്ഞില്ല എന്നുള്ളതും ഇതിൽ രേഖപ്പെടുത്തുന്നുണ്ട്. എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് തന്ത്രിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമ്പോൾ ആദ്യഘട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കിയിരുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ദീർഘകാലത്തെ ബന്ധമൊക്കെയാണ്. അതിനുശേഷമാണ് ഈ റിപ്പോർട്ടിൽ ഇത്തരത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഈ കേസിൽ നിർണായകമായിട്ടുള്ള ഒരു വഴിതിരിവെന്ന് പറയുന്നത് ഈ CPM-ൻ്റെ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഈ കേസിൽ അറസ്റ്റിലായപ്പോൾ അതിൽ നിന്നും വഴി തിരിച്ചുവിടുവാനുള്ള ഒരു ശ്രമം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയം നിലനിൽക്കുകയാണ്. എന്തായാലും ഈ തന്ത്രിയിലേക്ക് ഈ അന്വേഷണം എത്തി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ തന്ത്രിയുടെ അറസ്റ്റിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഇനി മന്ത്രിയിലേക്ക് പോകുമോ എന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട്. കാരണം മന്ത്രിമാരുടെ അടക്കം പേരുകൾ ഈ മൊഴികളിൽ രേഖപ്പെടുത്തിയിട്ടും അവരെ അറസ്റ്റ് ചെയ്യുവാനോ അല്ലെങ്കിൽ മറ്റു നടപടികളിലേക്കോ കടക്കാൻ പ്രത്യേക അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല. അത് കോടതി ഉൾപ്പെടെ, അതായത് ദേവസ്വം ബോർഡ് അംഗങ്ങളെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യാത്തത് എന്ത് എന്ന് ഹൈക്കോടതി തന്നെ ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷമാണ്, അതായത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്ന സമയത്ത് SIT-യുടെ അന്വേഷണത്തിലെ മെല്ലെപ്പോക്ക് അത് വളരെയധികം വിമർശിക്കപ്പെട്ടതാണ്. കോടതി ഉൾപ്പെടെ വിമർശിച്ചിരുന്നു. അതിനു പിന്നാലെയാണ് മറ്റ് അറസ്റ്റുകളിലേക്ക് കടന്നത്. എന്തായാലും ഇപ്പോൾ ഈ റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണല്ലോ. ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് തന്ത്രിയെ ബന്ധിപ്പിക്കുന്ന പ്രത്യക്ഷമായ എന്തെങ്കിലും ഒരു വിവരം ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ഉണ്ടോ? നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് തന്ത്രി കണ്ഠരര് രാജീവരുടെ റിമാൻഡ് റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. തന്ത്രി ആചാര ലംഘനത്തിനെതിരെ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല എന്ന് പറയുന്നു. അതുപോലെ ദേവന്റെ അനുജ്ഞ വാങ്ങിയില്ല എന്ന് പറയുന്നു. ദേവസ്വം ബോർഡ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളികൾ കൈമാറിയപ്പോൾ അത് തന്ത്രി തടഞ്ഞില്ല. പാളികൾ കൊണ്ടുപോകാൻ കുറ്റകരമായ മൗനാനുവാദം നൽകി എന്നൊക്കെയാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ചില വാദഗതികളുണ്ട്. തന്ത്രിയിലേക്ക് ഈ അന്വേഷണം കൊണ്ടെത്തിക്കുകയും തന്ത്രിയുടെ അറസ്റ്റോടുകൂടി മറ്റ് രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക്, രാഷ്ട്രീയ ഉന്നതരിലേക്ക് ഈ അന്വേഷണം ചെന്നെത്താതിരിക്കാനുള്ള ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? കാരണം റിമാൻഡ് റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് പിന്നെ പറയുന്നത് ഈ റിമാൻഡ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട്? മനോജ്, തീർച്ചയായും ഈ പരിപാവനമായും ആത്മീയമായും ഒക്കെ കാത്തു സൂക്ഷിക്കുവാൻ അതായത് അവിടെ നിന്നും പുറത്തു പോയിട്ടുള്ള ഈ സ്വർണ്ണങ്ങൾ ഉൾപ്പെടെ കാത്തു സൂക്ഷിക്കാൻ ബാധ്യസ്ഥതയുള്ളത് തന്ത്രിക്കാണെന്നുൾപ്പെടെയാണ് ഈ SIT സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ആചാര ലംഘനത്തിന് കൂട്ടുനിന്നു എന്നുള്ള കാര്യം ഈ റിപ്പോർട്ടിൽ പറയുന്നു എന്നുള്ളതാണ് നമുക്ക് നോക്കിക്കാണേണ്ടത്. അതോടൊപ്പം തന്നെ ഈ ദേവസ്വം ബോർഡിന് പോറ്റിക്ക്, അതായത് ദേവസ്വം ബോർഡ് ഈ പോറ്റിക്ക് പാളികൾ കൈമാറിയപ്പോൾ തന്ത്രി തടഞ്ഞിട്ടില്ല. ഇങ്ങനെയുള്ള കാരണങ്ങളാണ് ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിൽ മറ്റു പ്രതികൾക്ക് ലാഭം ഉണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചു എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇത്തരമൊരു ഘട്ടത്തിൽ ഈ SIT ഈ കോടതിക്ക് മുന്നിൽ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ട് നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അതിലാണ് ഇക്കാര്യങ്ങളെല്ലാം ഇതിൽ സൂചിപ്പിക്കുന്നത്. ഈ 13ാം പ്രതി ആയിട്ടാണ് ഇതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ ദേവസ്വം ബോർഡ് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയോ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല
എന്നുള്ളതും ഇക്കാര്യത്തിൽ ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് മൗനാനുവാദം നൽകി എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റു പ്രതികൾക്ക് ലാഭമുണ്ടാക്കുവാൻ വേണ്ടി തന്ത്രി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഈ ശബരിമലയിൽ നിന്നും കൈമാറിയിട്ടുള്ള മുതലുകൾ അത് തടയുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാതെ കുറ്റകരമായിട്ടുള്ള മൗനാനുവാദം നൽകി എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ശബരിമല സന്നിധാനത്ത് ഇദ്ദേഹം ഉണ്ടായിരുന്ന കാലയളവിനുള്ളിൽ ഈ ശ്രീകോവിൽ വാതിലിലെ കട്ടിളപ്പാളികളും പ്രഭാമണ്ഡലപാളികളും അഴിച്ചെടുത്ത് ഒന്നാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയ ദിവസം, അതായത് അന്നേ ദിവസം മറ്റു തരത്തിലുള്ള ഒരു ഇടപെടലുകളും ഇല്ലായിരുന്നു. അതായത് ഒരു മൗനാനുവാദം തന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ടിൽ അത് തന്ത്രിയുടെ പങ്ക് എങ്ങനെയാണെന്ന് വ്യക്തമാക്കുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. അതായത് 13ാം പ്രതി എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആചാരലംഘനം നടത്തി എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ ഇത് പറയുന്നത്. അതായത് ആചാരലംഘനം നടത്തുവാനുള്ള ഒരു കൂട്ടുനിന്നു എന്നുള്ള കാര്യം ഇതിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി തിരിച്ചു കൊണ്ടുവന്ന ഈ സ്വർണം ഘടിപ്പിക്കുന്ന ഈ തന്ത്രിയുടെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നുവെന്നും അത് വെളിവായിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. തന്ത്രിയുടെ അനുമതിയില്ലാതെ ഈ ശബരിമലയിൽ നിന്നും കട്ടിളപ്പാളികളും മറ്റും ഇളക്കിക്കൊണ്ടുപോയ വിവരം ഈ തന്ത്രി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയോ അല്ലെങ്കിൽ മറ്റ് നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ വിലപിടിപ്പുള്ള ശബരിമലയിലെ തന്നെ വസ്തുവകകൾ അതൊക്കെ തന്നെ അഴിച്ചു കൊണ്ടുപോകുമ്പോൾ അതിൽ കൃത്യമായിട്ടുള്ളൊരു ഉത്തരവാദിത്വം തന്ത്രിക്കുണ്ട് എന്നുള്ളതാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ തന്ത്രിയുടെ അറിവുള്ളതിനാലും ഈ ശബരിമല ശ്രീകോവിലിലെ കട്ടിളപ്പാളികളും അതോടൊപ്പം തന്നെ മറ്റ് പ്രഭാമണ്ഡലം അടക്കമുള്ളവ തൂക്കം നോക്കുന്നതിലേക്ക് ഈ തിരുവാഭരണ കമ്മീഷണറായിരുന്നിട്ടുള്ള 4ാം പ്രതി KS ബൈജു തയ്യാറാക്കിയിട്ടുള്ള മഹസറിൽ, അതായത് ഈ തന്ത്രി ഈ കട്ടിളപ്പാളികളും അനുബന്ധ പാളികളും ഈ ആചാരലംഘനം നടത്തി ശബരിമലയിൽ നിന്നും കൊണ്ടുപോകുന്നതിന് 1ാം പ്രതിക്ക് ഒത്താശ ചെയ്ത് മൗനാനുവാദം നൽകി എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ ഗൂഢാലോചനയിൽ പങ്കാളിയായി എന്നും ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഈ 1, 9, 10 പ്രതികൾക്കും മറ്റ് അന്യായ ലാഭവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അന്യായ നഷ്ടവും ഉണ്ടായിട്ടുള്ളതായി വ്യക്തമായി എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അത്തരത്തിലൊരു കാര്യം വ്യക്തമാകുമ്പോഴാണ് ഈ തന്ത്രിയിലേക്ക് കൂടെ ഈ അന്വേഷണം എത്തിയിട്ടുള്ളതും ഈ തന്ത്രിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളതും എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ അവസാനമായി പറഞ്ഞു വെക്കുന്നത്. ഇക്കാര്യങ്ങൾ തന്നെയാണ്. അതായത് കേസിലെ മറ്റു പ്രതികൾക്ക് ലാഭമുണ്ടാക്കി, അതോടൊപ്പം തന്നെ ബോർഡിന് നഷ്ടമുണ്ടാക്കി, അതിനുവേണ്ടി തന്ത്രി പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പ്രത്യേക അന്വേഷണ സംഘം പറയുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ കോടതി നടപടിക്രമങ്ങൾ പൂർത്തിയാകും. എന്തായാലും ഇതുവരെയും അറസ്റ്റിലായ പ്രതികൾക്കൊന്നും ജാമ്യം ലഭിച്ചിട്ടില്ല. അവസാനമായി ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് ശബരിമലയിലെ തന്ത്രിയാണ്. ഈ തന്ത്രിയിലേക്ക് എങ്ങനെ പ്രത്യേക അന്വേഷണ സംഘം എത്തി എന്നുള്ളത് നമുക്കിപ്പോൾ ഈ റിപ്പോർട്ടിലൂടെ മനസ്സിലാവുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ഒരു ബന്ധവും അതോടൊപ്പം തന്നെ മറ്റു പ്രതികൾക്ക് മൗനാനുവാദം നൽകി എന്നുള്ള കാര്യവുമാണ്. അവർക്ക് ലാഭമുണ്ടാക്കുന്ന തരത്തിൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. പക്ഷേ തന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടൽ ഇതിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് പ്രധാനമായി നോക്കിക്കാണേണ്ടത്.